കിരീടത്തിന്റെ സമയത്തൊക്കെ എന്നെ കളിയാക്കും എന്ത് പറയാ, എല്ലാവർക്കും അറിയായിരുന്നു. ഞങ്ങളുടെ വിചാരം ആർക്കും അറിയില്ല എന്നുള്ളായിരുന്നു, പക്ഷെ എല്ലാവർക്കും അറിയായിരുന്നു. അവിടെ ഇത് നിങ്ങൾ എപ്പോഴാ എന്നിട്ട് തിരിച്ചറിഞ്ഞ എല്ലാവർക്കും അറിയായിരുന്നു എന്നുള്ളത്? ഓരോ സെറ്റിൽ പോയി കഴിയുമ്പോ അവര് കളിയാക്കില്ലേ, അപ്പോഴും നമ്മൾ അല്ലാന്നൊക്കെ പറഞ്ഞൊക്കെ നോക്കും, പക്ഷെ ആരും കൺവിൻസ്ഡ് ആവില്ല. എല്ലാരും അത് ഇത് തന്നെയാണെന്നുള്ള അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സൈഡിൽ നിൽക്കുന്ന എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്താ ഇങ്ങനെ ഒരു നിലയിലെത്തിയത്. ഞാൻ ഇതും ജയറാമേട്ടന്റെ വേറെ ഇന്റർവ്യൂല് ഞാൻ കേട്ട, അതായത് പാർവതിയുടെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അശ്വതിയുടെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഒരുമിച്ച് അഭിനയിക്കേണ്ട സീനുകളൊക്കെ വരുമ്പോഴത്തേക്കും പരമാവധി ആ സീൻ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അമ്മ നടത്തും. എത്ര പടങ്ങൾ ജയറാമിനോടുള്ള വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ആണല്ലേ? അതുകൊണ്ട് കിട്ടുന്ന എന്റെ ക്രൈറ്റീരിയ ജയറാമിന്റെ കൂടെ മാത്രം പടങ്ങൾ ചെയ്യണം എന്നുള്ളായിരുന്നു. അമ്മയാണ് എങ്ങനെയെങ്കിലും അത് വേണ്ടാന്ന് വെപ്പിക്കും. എപ്പോഴെങ്കിലും അമ്മയായിട്ട് അതിന്റെ പേരിൽ വഴക്കുണ്ടായിട്ടുണ്ടോ? വഴക്കില്ല എപ്പോഴും, പക്ഷെ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷൻ ആയിരുന്നു വീട്ടില്. ഇത് കാരണം ഒരു 2-3 വർഷമായിട്ട് ഒന്നില് അമ്മ മിണ്ടാണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ മുഖം വീർപ്പിച്ചിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്തായാലും വർഷം എത്ര കഴിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളെന്തോ ഇന്നലെ നടന്ന കഥ പോലെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു ബോറടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചേച്ചി അങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കാത്ത. എവിടെ പോയാലും ഇത് തന്നെ നിങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കും. മാത്രമല്ല എനിക്ക് പറയാൻ പുതിയ മാറ്റർ ഒന്നുമില്ല, അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇന്റർവ്യൂ കൊടുക്കാത്തതേ. ഒന്നുമില്ല, ആർക്കും ഹാപ്പനിങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇന്റർവ്യൂ എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട് ചേച്ചി, അതായത് ചേച്ചിയൊക്കെ ഇപ്പോഴും കണ്ടോണ്ടിരിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറയില്ല, സത്യമായിട്ട് ചേച്ചി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. എനിക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതിനകത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. ചേച്ചി പറയുന്ന കഥ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കാനാണ് ഇപ്പോഴും എനിക്കിഷ്ടം തോന്നുന്നത്. ഇതുപോലെ ജയറാം പാർവതി ആ ഒരു ഫാമിലിയിൽ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള വേറെ കാര്യമാണ്, എല്ലാ വർഷവും നിങ്ങൾക്കൊരു ഫാമിലി ട്രിപ്പ് ഉണ്ടാവും മാൻഡേറ്ററി ആയിട്ട്. അതിന് വേണ്ടിയിട്ട് പല സിനിമകൾ പോലും ജയറാമേട്ടൻ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് എന്ന്. യൂഷ്വലി കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അത്, കാരണം അവർക്ക് ഒരു മെയ് ഒരു മന്ത് മാത്രമേ ഹോളിഡേസ് കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് ജയറാം ഷൂട്ടിങ് അക്സെപ്റ്റ് ചെയ്യില്ല. ആ ഒരു മാസം എന്തായാലും എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനെയായിരുന്നു റുട്ടീന്. ഇപ്പൊ പിന്നെ ഈ കോവിഡിന്റെ സമയം ലോക്ക്ഡൌൺ എങ്ങോട്ടും ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. അപ്പൊ ഈ 30th ഇയർ ഓഫ് ഹാപ്പിലി മാരീഡ് ലൈഫിൽ എന്താണ് പരിപാടികൾ, എന്താണ് സ്പെഷ്യൽ കാര്യങ്ങൾ? 50th ഇയർ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞാൻ ഇരിക്കുന്നത്. 30th ഇയർ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 50th ഇയർ സെലിബ്രേറ്റ് ചെയ്താൽ മതി. അല്ല എന്നാലും കുറച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്ന ആളാ, അതുകൊണ്ടായിരിക്കും. ആണ്. അല്ല ഇത്തരം പാർട്ടികളൊക്കെ മെയിൻ ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ആരാ? മക്കളാണോ അതോ അച്ഛൻ? നിങ്ങൾ 2 ആൾക്കാരാണോ?